എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ നമസ്കാരം. നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ 65ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദവമായി ഊഷ്മളമായി സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ 64ാമത്തെ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? നമ്മൾ സങ്കീർണ വാക്യങ്ങൾ എഴുതുവാനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സങ്കീർണ വാക്യങ്ങളിൽ തന്നെ അഡ്വർബ് ക്ലോസ് എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട വാചകങ്ങൾ എഴുതാനായിട്ട് പഠിച്ചു. ഇനി നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വിളിക്കപ്പെടുന്ന സങ്കീർണ വാക്യങ്ങൾ എഴുതാൻ പഠിക്കാം. എന്താണ് ഈ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾക്കറിയാം, അഡ്വർബ് ക്ലോസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഒരു വാചകം തന്നെ ഒരു അഡ്വർബ് അല്ലെങ്കിൽ ഒരു ക്രിയാവിശേഷണമായിട്ട് ഉപയോഗിക്കുമ്പോൾ, അപ്പോൾ ഒരു അഡ്വർബായിട്ട് ഉപയോഗിക്കുന്ന ആ ക്ലോസിനെ അല്ലെങ്കിൽ വാചകത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഡ്വർബിയൽ ക്ലോസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലോസ് എന്തായിരിക്കും? നിങ്ങൾക്ക് പറയാൻ കിട്ടുമല്ലേ? എന്താണത്? ഒരു വാചകത്തെ ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ആ വാചകത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അഡ്ജക്റ്റീവ് ക്ലോസ്. അപ്പോൾ അത്രയുള്ളൂ. ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വാചകത്തെയാണ് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വിളിക്കുക. അത്രയും മനസ്സിലാക്കിയാൽ മതി. അഡ്വർബ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വർബ് ആയി ഉപയോഗിക്കാവുന്ന ഒരു വാചകം എന്നർത്ഥമുള്ളൂ. സിമ്പിൾ. അപ്പോൾ അഡ്ജക്റ്റീവ് ക്ലോസ് എന്നുള്ളത് അഡ്ജക്റ്റീവായി ഉപയോഗിക്കാവുന്ന വാചകം എന്ന് ഉറപ്പായല്ലോ. അപ്പോൾ ഒരു ചോദ്യം, എന്താണ് അഡ്ജക്റ്റീവ്? നല്ലവണ്ണം അറിഞ്ഞിരിക്കണം. എന്താണ് അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അല്ലേ? ഒരു നൗൺ അഥവാ നാമത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പദത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുക അഡ്ജക്റ്റീവ് അല്ലേ? അതായത് ഏതെങ്കിലും നൗൺ എടുക്കുക. പെൺകുട്ടി എന്നുള്ള നൗൺ എടുക്കുകയാണെങ്കിൽ, മനോഹരിയായ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ രണ്ട് വാക്കുകളിൽ, പദങ്ങളിൽ ഏതാണ് നൗൺ? നിങ്ങൾക്കറിയാം അല്ലേ? ഈ രണ്ട് കാലുള്ള ഒരു മൃഗമാണ് പെൺകുട്ടി അല്ലേ? അതിൻ്റെ പേരാണ് പെൺകുട്ടി. അപ്പോൾ അതെന്തായിരിക്കും? അതൊരു നൗണായിരിക്കും. അല്ലേ? ഒരു ജീവിയുടെ പേരാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സൂചിപ്പിക്കുന്നതാണ് അത്. അപ്പോൾ അത് പേരായി വരുന്ന പദം നൗണായതുകൊണ്ട് പെൺകുട്ടി എന്നുള്ളത് നൗണാണ്. മനോഹരിയായ പെൺകുട്ടി എന്ന് പറയുമ്പോഴോ ആ പെൺകുട്ടിയുടെ ഒരു പ്രത്യേകത വിവരിക്കുന്നതാണ്. അതുകൊണ്ട് മനോഹരിയായ എന്നുള്ളത് അഡ്ജക്റ്റീവാണ്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാണ്, ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്തത് മാത്രം. ആ മനോഹരിയായ പെൺകുട്ടി അത് എന്താണ്? ഒരു അഡ്ജക്റ്റീവാണ്. ആ ബ്യൂട്ടിഫുൾ എന്നാണ് അതിന് ഇംഗ്ലീഷ്. ആ ബ്യൂട്ടിഫുൾ എന്ന വാക്ക് എന്താണ്? അഡ്ജക്റ്റീവാണ്. പെൺകുട്ടി ഇംഗ്ലീഷ് എന്താണെന്ന് അറിയാം? ഗേൾ. ആ ഗേൾ എന്നുള്ള നൗണാണ്. അപ്പോൾ ആ ബ്യൂട്ടിഫുൾ ഗേൾ എന്നുള്ളത് എന്താണ്? ഒരു മനോഹരിയായ പെൺകുട്ടി എന്നുള്ളതാണ്. ആ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഒരു എന്നൊക്കെ പറഞ്ഞാൽ ഈ നൗണിൻ്റെ, അതായത് ഗേൾ എന്ന വാക്കിൻ്റെ വിശേഷണമാണ്. അപ്പോൾ ഗേൾ നൗണും ആ ബ്യൂട്ടിഫുൾ എന്നുള്ളത് എന്താണ്? അഡ്ജക്റ്റീവാണ്. അപ്പോൾ അതൊന്നും ഞാൻ ബോർഡിൽ എഴുതാം. ഓക്കെ. അപ്പോൾ ബോർഡിൽ മനോഹരിയായ പെൺകുട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം ഇത് നൗണാണ്, ഇത് അതിൻ്റെ അഡ്ജക്റ്റീവാണ് അല്ലേ? ഇത് അഡ്ജക്റ്റീവ്, ഇത് നൗണ്. അപ്പോൾ മനോഹരിയ എന്നുള്ള അഡ്ജക്റ്റീവാണ്, പെൺകുട്ടി എന്നുള്ള നൗണാണെന്നറിയാം. ഇത് രണ്ടും കൂടി കഴിഞ്ഞാൽ മനോഹരിയായ പെൺകുട്ടി എന്നുള്ളത് നൗൺ ഫ്രേസാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു നൗണും അതിൻ്റെ വിശേഷണം കൂടിച്ചേർന്നുണ്ടാക്കുന്ന ആ ബ്ലോക്കിനെ നൗൺ ഫ്രേസ് ആണ് എന്ന് പറയുക, അല്ലെങ്കിൽ നൗൺ സ്ലോട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒരുമിച്ച് ചേർന്ന് ഒരു ഒറ്റ ബ്ലോക്കായിട്ട് എപ്പോഴും നിൽക്കൂ. അതിലെ വാക്കുകൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാടില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ പെൺകുട്ടിയെ തന്നെ ഇങ്ങനെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്: എൻ്റെ സഹോദരൻ വിവാഹം ചെയ്തതായ പെൺകുട്ടി. കമ്പയർ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? ഈ പെൺകുട്ടിയുടെ വിശേഷണമാണ് മനോഹരിയായ. ഇങ്ങനെയുള്ള പെൺകുട്ടി, മനോഹരിയായ പെൺകുട്ടി. ഇവിടെയോ എൻ്റെ സഹോദരൻ ചെയ്തതായ പെൺകുട്ടി, അതും
ഈ പെൺകുട്ടിയുടെ പ്രത്യേകത വിവരിക്കുന്നതാണ് മനോഹരിയായ എന്നുള്ളതെങ്കിൽ ഇവിടെയോ ഈ വാചകത്തില് ആ പെൺകുട്ടിയുടെ പ്രത്യേകത എന്താണ്? എൻ്റെ സഹോദരൻ വിവാഹം ചെയ്തതായ, അതാണ് അതിന് പ്രത്യേകത. മറ്റേതെങ്കിലും പെൺകുട്ടിയല്ല. ആ പെൺകുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? എൻ്റെ സഹോദരൻ വിവാഹം ചെയ്തതായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ പ്രത്യേകിച്ച് എടുത്തു പറയാണ്. അതുകൊണ്ട് ഇതെന്താ, ഈ ചുവന്ന നക്ഷത്രത്തിലെ ഭാഗം എന്തായിരിക്കും? പെൺകുട്ടിയുടെ പ്രത്യേകത എടുത്തു പറയുന്നതായതുകൊണ്ട് അതും ഇതുപോലെ എന്തായിരിക്കണം? വിശേഷണമായിരിക്കണം. പെൺകുട്ടിയുടെ വിശേഷണമായിരിക്കണം. എന്ന് വെച്ചാൽ അത് പെൺകുട്ടിയുടെ നാമത്തിന്റെ വിശേഷമായിരിക്കണം. എന്ന് വെച്ചാൽ പെൺകുട്ടിയുടെ നാമത്തിന്റെ നാമാവിശേഷണം ആയിരിക്കണം. എന്നാൽ വെച്ചാൽ അജക്റ്റീവ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതൊരു അജക്റ്റീവിന് എന്താണെന്ന് മനസ്സിലായി, നമ്മൾ തുല്യമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ സഹോദരൻ വിവാഹം ചെയ്തതായ പെൺകുട്ടി, അത് ചെയ്തതായ എന്നുള്ളത് എങ്ങനെയാണ് പറയാ? ചെയ്തു പ്ലസ് ആയ, നിങ്ങൾ കൂട്ടി പറഞ്ഞു നോക്കിയ ചെയ്തു പ്ലസ് ആയ ചെയ്തതായ എന്നറിയാം. അപ്പൊ ഈ എൻ്റെ സഹോദരൻ വിവാഹം ചെയ്തു എന്ന വാചകത്തിന്റെ കൂടെ ആയ എന്ന് ചേർന്നപ്പോഴാണ് എൻ്റെ സഹോദരൻ വിവാഹം ചെയ്തതായ എന്ന ആ വാചകം, വിശേഷണവാചകം ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതിന് ദായക്ക് തുല്യം ദാറ്റാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ചുവന്ന നക്ഷത്രത്തിലുള്ള ഇത്രയും ഭാഗം പെൺകുട്ടിയുടെ വിശേഷണമാണ്, അത് നാമാവിശേഷണമാണ്, അല്ലെങ്കിൽ അജക്റ്റീവാണ്. അതിൽ വന്നിട്ടുള്ളത് ഒരു വാചകം തന്നെ ഇതാക്കി മാറ്റിയിട്ടുള്ളതാണ്, വിശേഷണമാക്കി മാറ്റിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെന്തെന്ന് വിളിക്കാം? അജക്റ്റീവായിട്ടുള്ള വാചകം. ഇനി അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായത് എന്താണ്? ഈ എൻ്റെ സഹോദരൻ വിവാഹം ചെയ്തതായ എന്നുള്ളത് ഇതിന്റെ വിശേഷണമാണെന്ന് മനസ്സിലായി, അത് അജക്റ്റീവാണെന്ന് മനസ്സിലായി, ഇത് നൗണാണെന്ന് മനസ്സിലായി. പെൺകുട്ടി നൗണാണ്. അപ്പോൾ നൗണിന്റെ വിശേഷണമാണ് ഈ ചുവന്ന അക്ഷരത്തിലെഴുതിയ അത് വാചകം എന്നും മനസ്സിലായി. അതൊരു വാചകമാണ് എന്ന് മനസ്സിലായി. ആ വാചകം എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലായി. അതായത് എൻ്റെ സഹോദരൻ വിവാഹം ചെയ്തു പ്ലസ് ആയ എന്ന് ചേർന്നിട്ടാണ്. എൻ്റെ സഹോദരൻ വിവാഹം ചെയ്തു എന്നതിൻ്റെ കൂടെ ആയ ചേർന്നപ്പോഴാണ് എന്ത്? എൻ്റെ സഹോദരൻ വിവാഹം ചെയ്തതായ എന്ന അഡ്ജക്റ്റീവ് കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇത് മലയാളത്തിൽ ആയ എന്നാണ് വാക്കാണ് ചേർന്നിട്ടുള്ളത് എന്ന് മനസ്സിലായി. തുല്യമായ വാക്ക് ഏതാണ്? നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ദാറ്റ് ആണ് അല്ലേ? ദാറ്റ്. അപ്പോൾ നമുക്ക് എൻ്റെ സഹോദരൻ വിവാഹം ചെയ്തു എന്ന വാചകത്തിലൂടെ ആയ ചേരുകയാണെങ്കിൽ ഇംഗ്ലീഷ് എന്തായിരിക്കും? ഈ എൻ്റെ സഹോദരൻ വിവാഹം ചെയ്തു എന്ന വാചക ഇംഗ്ലീഷ് തർജ്ജമയുടെ കൂടെ എന്ത് ചേർത്താൽ മതി? ദാറ്റ് ചേർത്താൽ മതി അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ ഇതുവരെ പഠിച്ചത്. നമുക്കൊരു ഐഡിയ കിട്ടിയത്. മുൻപുള്ളതൊക്കെ ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തനിയെ അത് വരും ഇല്ലേ? ഓക്കെ, വന്നിട്ടുണ്ടോ? അല്ലേ? ഡബിൾ തംസ് അപ്പ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരൻ വിവാഹം ചെയ്തു എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതും ഒന്നാണോ? ഒന്ന് ടെസ്റ്റ് ചെയ്തേൻ. എൻ്റെ സഹോദരൻ വിവാഹം ചെയ്തു എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മൈ ബ്രദർ മാരീഡ്. മൈ ബ്രദർ മാരീഡ് ഇതന്നെയല്ലേ വന്നത്? ഓക്കെ. അപ്പം അതിൻ്റെ കൂടെ ചേർക്കുക. എവിടെയായിരിക്കും ചേർക്കുക? സാധാരണ ഈ കണ്ടക്ഷനോട് ചേർക്കാന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. വാചകത്തിന്റെ മലയാളത്തിൽ ഒടുവിലാണെങ്കിൽ ഇംഗ്ലീഷിലെ വാചകത്തിന്റെ മുൻപിൽ. അപ്പോൾ എവിടെയും ദാറ്റ് ഒരു ദാറ്റ്. അപ്പം എൻ്റെ സഹോദരൻ വിവാഹം ചെയ്ത എൻ്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും? ദാറ്റ് മൈ ബ്രദർ മാരീഡ്. ഇങ്ങനെ ഒരു വിശേഷണം വെച്ച് ഇങ്ങനെ ഒരു വാചകമായിട്ട് വിശേഷണം വെച്ച് പെൺകുട്ടിയെ ഗേളിനെ അപ്പോൾ ഈ വാചകം വെച്ച് ഗേളിനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഗേളിന്റെ എവിടെയായിരിക്കും വെക്കുക? മലയാളത്തിലെ പോലെ മുൻപിലല്ല, ആ ഗേളിന് ശേഷമാണ്. അപ്പൊ എന്തായിരിക്കും? അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ലൈക്ക് ദ ഗേൾ ദാറ്റ് മൈ ബ്രദർ മാരീഡ്. ദ ഗേൾ, ഗേളിന്റെ ബാക്കിൽ വെച്ച് പറയാം.
അതായത് ഗേളിന് ശേഷം പറയാം. മനസ്സിലായി അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇങ്ങനെ വരിക ദ ഗേൾ ദാറ്റ് മൈ ബ്രദർ മാരീഡ്. ഈ ദാ എവിടുന്ന് വന്നു എന്നൊരു ചോദ്യം വരും. അത് നമ്മൾ അതായത് ഏതെങ്കിലും വിശേഷണത്താൽ ഒരു നാമത്തെ നിജപ്പെടുത്തുമ്പോൾ നിശ്ചിതമാണെന്ന് പറയുമ്പോൾ ഏതെങ്കിലും പെൺകുട്ടിയല്ല, എൻ്റെ ബ്രദർ വിവാഹം കഴിച്ച ഒരു നിശ്ചിത പെൺകുട്ടിയാണ്. ഇംഗ്ലീഷില് ഒരു നിശ്ചിത നൗണിനെ കുറിക്കുന്ന ഏതൊരു സന്ദർഭം വരുന്നുവോ അപ്പോഴൊക്കെ ആ നൗണിന്റെ മുമ്പിൽ ദാ വെക്കണം. അത്ര അതുകൊണ്ടാണ് വെച്ചിട്ടുള്ളത്. മലയാളത്തിൽ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ചിലപ്പം ദാ വയ്ക്കും. ഇപ്പൊ ഇത്തിരി ദാ വെച്ചിൽ തന്നെ ഇത്തിരി ഭംഗി കുറവാന്ന് വിചാരിക്കുള്ളൂ. എന്നാലും അർത്ഥമൊക്കെ കൃത്യമായിട്ട് ആളുകൾ വായിക്കുന്നവർക്ക് മനസ്സിലായിക്കോളൂ. അപ്പോൾ ദ ഗേൾ ദാറ്റ് മൈ ബ്രദർ മാരീഡ് എന്നാണ് അതിൻ്റെ തർജ്ജമ. ഓക്കെ, നമ്മള് ഏകദേശം ഇപ്പോൾ എൻ്റെ സഹോദരൻ വിവാഹം കഴിച്ചുള്ള ഇംഗ്ലീഷ് മൈ ബ്രദർ മാരീഡ്. വിവാഹം കഴിച്ചു എന്നായിട്ടുള്ളൂ. അപ്പൊ കഴിച്ചതായാന്ന് പറഞ്ഞാൽ ആ വാചന മുമ്പ് ദാറ്റ് വയ്ക്കുക അല്ലേ? ദാറ്റ് മൈ ബ്രദർ മാരീഡ്. അതുകൊണ്ട് പെൺകുട്ടിയെ വിശേഷിക്കുക പെൺകുട്ടിയുടെ വയ്ക്കണം, പെൺകുട്ടിക്ക് ശേഷം. ഇത് അപ്പൊ ഇങ്ങനെയാണ് എനിക്ക് ഈ വിശേഷണം ചേർത്ത് പറയാ. ദ ഗേൾ ദാറ്റ് മൈ മദർ ബ്രദർ മാരീഡ്. ദ ഗേൾ ദാറ്റ് മൈ ബ്രദർ മാരീഡ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ വിശേഷണമായിട്ടുള്ള വാചകം. അതായത് അഡ്ജക്റ്റീവ് ഒരു വാചകമായിട്ടാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു അഡ്ജക്റ്റീവ് ക്ലോസാണ് വിശേഷണമായി വരുന്നതെങ്കിൽ അത് ആ ബന്ധപ്പെട്ട നൗണിൻ്റെ എവിടെ വയ്ക്കണം? ശേഷം വയ്ക്കണം. അത് ഓർത്തിരുന്നാൽ മതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലേ? ഞാൻ കണ്ടതായ സിനിമ അങ്ങനെ പറയാ. അപ്പോൾ ഞാൻ കണ്ടതായ എന്നുള്ളത് ഇംഗ്ലീഷ് എന്താണ്? ദാറ്റ് ഐ സോ അല്ലേ? ആ സിനിമയെ വിശേഷം സിനിമയുടെ എവിടെ വയ്ക്കുന്നത്? സിനിമയ്ക്ക് ശേഷം. എങ്ങനെയാണ് വരിക? അപ്പോൾ സിനിമ ദാറ്റ് ഐ സോ, സിനിമ ദാറ്റ് ഐ സോ. അതുപോലെ കുറച്ചെണ്ണം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചുറപ്പിക്കണം. അഡ്ജക്റ്റീവ് ക്ലോസ് നൗണിൻ്റെ പുറകിൽ നൗണിൻ്റെ ശേഷം വെച്ചാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് ഉറപ്പിക്കണം. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതുപോലെ ദാറ്റ് പോലെ കുറേ കൺജങ്ഷൻസ് ഉണ്ട്, അഡ്ജക്റ്റീവ് ക്ലോസിൻ്റെ ഇൻജക്ഷൻസ്. അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ എഴുതാം. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ ഇത് പഠിച്ചാൽ അതെല്ലാം പഠിച്ചതിന് തുല്യമായി. കാരണം ഇതിൻ്റെ അതേ കോപ്പിയാണ് അവയെല്ലാം വെക്കേണ്ടത്. അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ എഴുതിയിടാം, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലാവാൻ നമ്മൾ എന്ത് ചെയ്യുക? ദാറ്റിൻ്റെ പ്രയോഗം നല്ലവണ്ണം ഉറപ്പിക്കുക, അത് മതി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് പിന്നെ ഓരോ എക്സാമ്പിൾ കാണിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് അത് ഏതാണെന്ന് നോക്കാം. അതുപോലെ കുറച്ച് ഇതുപോലെ കുറച്ച് അഡ്ജക്റ്റീവ് ക്ലോസും ഒന്ന് പറഞ്ഞ് പഠിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ബോർഡിൻ്റെ ആ മൂലക്കിലേക്ക് നോക്കുക. അവിടെ വിച്ച്, ഹും, ഹൂ, വേർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? വിച്ച്, ഹൂ, ഹും, വേർ ഇതൊക്കെ ഈ ദാറ്റ് പോലെ ഉപയോഗിക്കാവുന്ന കൺജങ്ഷനുകളാണ്. എന്ന് വെച്ചാൽ അഡ്ജക്റ്റീവ് ക്ലോസുകൾ ഉണ്ടാക്കുന്നതിന് ദാറ്റ് പോലെ ഉപയോഗിക്കാമെന്നർത്ഥം. അപ്പോൾ ഇവയുടെ പ്രയോഗം വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതില്ല. ദാറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയവർക്ക് ഒരു ചെറിയ എഫർട്ട് എടുത്താൽ കുറച്ചൊന്ന് ചെറിയ എക്സ്പ്ലനേഷൻ കൊണ്ട് ഇതിൻ്റെ ഈ പ്രയോഗം മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഈ ദാറ്റിന് കൂടുതൽ സമയം ചെലവഴിച്ച് എടുക്കുന്നത്. തെറ്റിദ്ധരിക്കരുത് പറയില്ലേ, ഏതോ സിനിമയിൽ പറഞ്ഞാടോ അബ്ബായി ഒന്നും ധരിച്ചില്ലെങ്കിലും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അതുപോലെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നമുക്ക് ഈ ദാറ്റ് എൻ്റെ പ്രയോഗം ഒന്നും കൂടി നമ്മൾ അത് എന്ത് ചെയ്യണം? നമ്മൾ അരക്കിട്ടുറപ്പിക്കണം. എന്ന് വെച്ചാൽ നമ്മളൊന്ന് എങ്ങനെ എന്തായാലും വേണ്ടത് നമുക്കൊന്ന് ആവർത്തിച്ചൊന്ന് ചെയ്ത് ഉറപ്പിക്കണം. കാരണം ഇതിങ്ങനെ കുറേശ്ശെ ടഫായി കൊണ്ടിരിക്കുക.
അതായത് ഇംഗ്ലീഷ് അറിയുന്നവർക്ക് ഭൂരിഭാഗം പേർക്കും കിട്ടാത്തൊരു ഭാഗമാണ്. ഞാൻ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വലിയ സെൻറ്റൻസ് ഒന്നും എഴുതാൻ കഴിയുന്നില്ല, മാത്രമല്ല വായിച്ച് അർത്ഥമെടുക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ബിരുദമൊക്കെ പഠിച്ചുള്ള ആൾക്കാരെന്നെ ഒന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് കാരണം അത് ടഫായിട്ടുള്ള ഭാഗമാണ്. ആ സ്റ്റെപ്പ് ബൈ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് 64ാമത്തെ ക്ലാസ്സിൽ അവസാന ഭാഗത്ത് ഒരു കാര്യം പഠിച്ചു. ഞാൻ കണ്ട സിനിമ. അപ്പൊ ഞാൻ കണ്ട സിനിമ എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? ഫിലിം ദാറ്റ് ഐ സോ. കാരണം എന്താണ്? ഞാൻ കണ്ടതായ സിനിമ എന്ന് പറയുമ്പോൾ അതിൽ ഫിലിം ആണ്. എന്ത് ഈ സിനിമ എന്നുള്ളത് ഇംഗ്ലീഷ് സിനിമ എന്നും പറയും. അപ്പൊ ഞാൻ കണ്ട ഫിലിം എന്നാക്കാം, അതൊന്നും കൂടി എളുപ്പമായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ കണ്ടതായ ഫിലിം, ആ ഫിലിമാണ് ഇതിൽ നൗൺ അല്ലേ? ആ ഞാൻ കണ്ടതായ എന്നുള്ള അതൊരു വിശേഷണ വാചകവും അല്ലേ? അപ്പോൾ നമുക്ക് പഠിച്ചു നമ്മൾ, ഫിലിമാണ് നൗൺ, ബാക്കിയുള്ളത് വിശേഷണമാകുമ്പോൾ ഫിലിമിന് ശേഷമാണ് പറയുക എന്നുള്ളത് അല്ലേ? അപ്പോൾ ഞാൻ കണ്ടതായ എന്നുള്ള ഇംഗ്ലീഷ് എന്താ? ദാറ്റ് ഐ സോ. കാരണം ഞാൻ കണ്ടു എന്നുള്ളതിന് ഐ സോ എന്നും, ആയാന്നുള്ളത് ദാറ്റ് ആകുമ്പോൾ ദാറ്റ് ഐ സോ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതായ, ദാറ്റ് ഐ സോ. ഇനി എന്ത് ചെയ്യുന്നത്? എവിടെ വെക്കണം? അത് ഫിലിമിന് ശേഷം അല്ലേ? അപ്പൊ എന്തായിരിക്കും? ഞാൻ കണ്ടതായ ഫിലിം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ദ ഫിലിം ദാറ്റ് ഐ സോ. അത് ഞാനിവിടെ എഴുതാം. അതേപോലെ ഒരുപാട് എണ്ണം നമുക്ക് ഒന്ന് ആവർത്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലൊന്ന് ഉറക്കും. ചെറിയൊരു എക്സസൈസിനായിട്ട് നിങ്ങൾക്കത് ഞാൻ തരാം. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എഴുതി ഇട്ടിട്ടുണ്ട്, അത് നോക്കുക. ഇപ്പം ഞാൻ കണ്ടതായ ഫിലിം ദാറ്റ് ഐ സോ. ഞാൻ കണ്ടതായ തർജ്ജമന് ഫിലിമിന് ശേഷം ദാറ്റ് ഐ സോ, ഞാൻ കണ്ടതായ, അത് ഫിലിമിന് ശേഷമാണ് വെച്ചിട്ടുള്ളത് അല്ലേ? ഇനി ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു നോക്കി. ഞാൻ കണ്ടതായ ചിത്രം എന്നാണെങ്കിൽ എന്തായിരിക്കും പറയുക? ഞാൻ കണ്ടതായ ചിത്രം. അപ്പോൾ ഞാൻ കണ്ടതായ ദാറ്റ് ഐ സോ. ചിത്രം അപ്പം എങ്ങനെയാണ് ഇത് വയ്ക്കുക? ഞാൻ കണ്ടതായ ചിത്രത്തിൻ്റെ വിശേഷണമാകുമ്പോൾ, അതായത് പിക്ചറിൻ്റെ വിശേഷണമാകുമ്പോൾ എവിടെ വയ്ക്കുക? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, എന്തായിരിക്കും വരിക? ദ പിക്ചർ ദാറ്റ് ഐ സോ. അതിനടുത്ത് നോക്കിയാൽ എന്തായിരിക്കും വരിക? ഞാൻ കണ്ടതായ പൂന്തോട്ടം വെച്ചാൽ ഗാർഡൻ. അപ്പം എന്താ വരിക? ഗാർഡൻ്റെ വിശേഷണമായിട്ടാണ് വരുന്നത് അല്ലേ? ഞാൻ കണ്ടതായ എന്നുള്ളത് അപ്പം എങ്ങനെയാണ് വരിക? ദ ഗാർഡൻ ദാറ്റ് ഐ സോ. അടുത്തത് ഞാൻ കണ്ടതായ കൊട്ടാരം എന്നാണെങ്കിലോ കൊട്ടാരം പാലസ്. അപ്പം എന്താ വരിക? ദ പാലസ് ദാറ്റ് ഐ സോ. ഞാൻ കണ്ടതായ രാജ്യം എന്നാണെങ്കിലോ രാജ്യം ദ കൺട്രി ദാറ്റ് ഐ സോ. ക്ലിയർ ആയല്ലോ? ഇതന്നെയല്ലേ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത്? അതങ്ങനെ നിങ്ങൾ ആവർത്തിച്ചും എഴുതിയൊന്ന് പഠിച്ചു നോക്കുക. ദാറ്റിൻ്റെ ഒന്ന് ഉറക്കാനാണത്, അങ്ങനെ ചെയ്യണം. ഓക്കെ. ഇനി ഇപ്പോൾ നമുക്ക് ഈ ദാറ്റിൻ്റെ ഇപ്പോൾ അതിലിപ്പോൾ നമ്മൾ കണ്ടതായ കണ്ടാന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ട ചിത്രം, ഞാൻ കണ്ട പൂന്തോട്ടം, അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതും കണ്ടാന്നോ കണ്ടതായ എന്നോ എഴുതാം, കുഴപ്പമില്ല എന്നും മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമ്മളിപ്പോൾ അയ്യ വെച്ച്, അപ്പോൾ അവൻ കണ്ടതായ ഫിലിം എന്നാണെങ്കിൽ എന്തായിരിക്കും വരിക നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ ഞാൻ മാറ്റി നിങ്ങൾ വേറെയും വാചകങ്ങൾ എഴുതി പഠിക്കുക. ഞാൻ്റെ സ്ഥാനത്ത് അവൻ, അങ്ങനത്തെ വാക്കുള്ളൂ. ഞാൻ കുറച്ച് എഴുതിയിരാം, അതങ്ങനെ മാറ്റി നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ വാചകങ്ങൾ അങ്ങനെ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ സബ്ജക്റ്റ് ഈ ഐയുടെ സ്ഥാനത്ത് അല്ലെ, അതായത് ഈ ഞാൻ്റെ സ്ഥാനത്ത് അവന്ന് വരാം, അവളെന്ന് വരാം, അവർന്ന് വരാം, ആളുകളിൽ നിന്ന്, അങ്ങനെ കുറേ വാക്കുകൾ വരാം. സ്റ്റുഡൻസ് എന്നോ ടീച്ചേഴ്സ് എന്നോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് എന്നോ നൈബേഴ്സ് എന്നോ അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ആ സബ്ജക്റ്റുകൾ മാറി മാറി വരാം. ഇപ്പോൾ ഞാൻ കണ്ടതായ ഫിലിം എന്നുള്ളതിന് പകരം എന്ത് വരാം? അവൻ കണ്ടതായ ഫിലിം, അവൾ കണ്ടതായ ഫിലിം, അവർ കണ്ടതായ ഫിലിം, ആളുകൾ കണ്ടതായ ഫിലിം, കൂട്ടുകാർ കണ്ടതായ ഫിലിം അല്ലെങ്കിൽ ബന്ധുക്കൾ കണ്ടതായ ഫിലിം, അങ്ങനെയൊക്കെ മാറ്റി വരാം. കുറച്ചെണ്ണം എഴുതിയെന്നുള്ളൂ. അപ്പോൾ അത് മാറ്റി പറയാം. അവൻ കണ്ടതായ ഫിലിം ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഫിലിം ദാറ്റ് ഹീ സോ. അപ്പോൾ അവൾ കണ്ടതായ ഫിലിം എന്നാണെങ്കിൽ ഫിലിം ദാറ്റ് ഷീ സോ.
ജനങ്ങൾ കണ്ടതായ ഫിലിം എന്ന് വെച്ചാൽ ഫിലിം ദാറ്റ് പീപ്പിൾ സോ, അങ്ങനെ മാറ്റി മാറ്റിയിട്ട് പറഞ്ഞു പഠിക്കുക. അതുകൂടാതെ നമ്മൾ ഒരു കാര്യം ചെയ്യുക, വെർബുകൾ മാറ്റി, ഇതിൻ്റെ ഒപ്പം തന്നെ വെർബുകളും മാറ്റി മാറ്റി പഠിക്കുക. ഇത് കണ്ടതായെന്നല്ലേ, ഞാൻ കാണുന്നതായ ഫിലിം എന്ന് വെച്ചാൽ ഫിലിം ദാറ്റ് ഐ സീ. അതുപോലെ തന്നെ അവൻ കാണുന്നതായ ഫിലിം എന്ന് വെച്ചാൽ ദ ഫിലിം ഹീ സീസ്. അങ്ങനെ മാറ്റി മാറ്റി അതും പറഞ്ഞു പഠിക്കുക. അപ്പോൾ വേണമെങ്കിൽ അത് തന്നെ പെർഫെക്റ്റ് ടെൻസിൽ പറഞ്ഞു പഠിക്കാം. ഞാൻ കണ്ടിട്ടുള്ളതായ സിനിമ എങ്ങനെയാണ് എന്താ പറയുക, ദ ഫിലിം ദാറ്റ് ഐ ഹാവ് സീൻ. മനസ്സിലായോ? അങ്ങനെയാണല്ലോ വരിക. നമ്മൾ പെർഫെക്റ്റിൻ്റെ അർത്ഥം അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്, കണ്ടിട്ടുണ്ട് അല്ലേ. കണ്ടിട്ടുള്ളതായ എന്ന് വരുമ്പോൾ എന്താ പറയുക, ഞാൻ കണ്ടിട്ടുള്ളതായ എന്നുവെച്ചാൽ ദാറ്റ് ഐ ഹാവ് സീൻ. അപ്പോൾ ഫിലിം ദാറ്റ് ഐ ഹാവ് സീൻ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുള്ളതായ ചിത്രം. അങ്ങനെ മാറ്റി പറയുക. അപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനകത്ത് എന്താ പറയുക, ഐ ഹാഡ് സീൻ. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ചിത്രം എന്നാണെങ്കിലോ ഫിലിം ദാറ്റ് ഐ ഹാഡ് സീൻ. അങ്ങനെയൊക്കെ പലതും മാറ്റി മാറ്റി പറഞ്ഞു എടുക്കുമ്പോൾ ഇതങ്ങോട്ട് ഉറക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇത് ഇന്നതാണ് സാധനം, അത് ഇന്ന വാക്കിൻ്റെ ബാക്കിലാണ് വയ്ക്കുക എന്നൊക്കെ നമുക്ക്. ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ സ്നേഹിച്ചതായ പെൺകുട്ടി എന്നുവെച്ചാൽ ഇങ്ങനെ വയ്ക്കുക, എൻ്റെ കൂട്ടുകാരൻ സ്നേഹിച്ചതായ പെൺകുട്ടി. അപ്പോൾ നമുക്കറിയാം എൻ്റെ കൂട്ടുകാരൻ സ്നേഹിച്ചതായ പെൺകുട്ടി എന്നുള്ളതിന് എൻ്റെ കൂട്ടുകാരൻ സ്നേഹിച്ചു പ്ലസ് ആയ എൻ്റെ കൂട്ടുകാരൻ സ്നേഹിച്ചതായ, അതെങ്ങനെ ഇംഗ്ലീഷിലാക്കുക, മൈ ഫ്രണ്ട് ഗേൾ അല്ല, മൈ ഫ്രണ്ട് ലൗഡ്. മൈ ഫ്രണ്ട് ലൗഡ്, ഞാൻ എൻ്റെ കൂട്ടുകാരൻ സ്നേഹിച്ചതായ എന്ന് പറയുമ്പോൾ ദാറ്റ് മൈ ഫ്രണ്ട് ലൗഡ് അല്ലേ, ദാറ്റ് മൈ ഫ്രണ്ട് ലൗഡ്. പെൺകുട്ടീനെ വിശേഷിപ്പിക്കുക എങ്ങനെ വയ്ക്കുക, പെൺകുട്ടീരെ എവിടെ വയ്ക്കുക, പെൺകുട്ടീരെ പിന്നിലാണ് വയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ സ്നേഹിച്ചതായ എന്ന ആ വരി എവിടെയാണ് വയ്ക്കുന്നത്, പെൺകുട്ടിയുടെ പിന്നിൽ. അപ്പോൾ പിന്നിൽ വെച്ച് നിങ്ങളൊന്ന് അങ്ങനെ പ്രയോഗിച്ചൊന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക, ദ ഗേൾ ദാറ്റ് മൈ ഫ്രണ്ട് ലൗഡ്. ദ ഗേൾ, അതിൻ്റെ വിശേഷണം ബാക്കി ബാക്കിൽ വെച്ച് പറയാം അല്ലേ, പിന്നിൽ വെച്ച് പറയാം, ദാറ്റ് മൈ ഫ്രണ്ട് ലവ്. അങ്ങനെയാണല്ലോ വരിക. അത് ഇത് വെച്ച് പറയാം, എൻ്റെ കൂട്ടുകാരൻ സ്നേഹിക്കുന്നതായ പെൺകുട്ടി എന്ന് വെച്ചാൽ ഗേൾ ദാറ്റ് മൈ ഫ്രണ്ട് ലവ്സ്. എൻ്റെ കൂട്ടുകാരൻ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നതായ പെൺകുട്ടി എന്ന് വെച്ചാൽ എങ്ങനെ പറയാ, ദ ഗേൾ ദാറ്റ് മൈ ഫ്രണ്ട് ഹാസ് ബീൻ ലവിങ്. അങ്ങനെയൊക്കെ അതൊക്കെ മാറ്റി മാറ്റി വെച്ച് പറഞ്ഞ് പഠിക്കുക. മനസ്സിലായ? അപ്പോൾ നമുക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ. അത് എന്താണത്, ഒരു നൗണിൻ്റെ വിശേഷണമായി ഒരു വാചകം വരികയാണെങ്കിൽ ആ വിശേഷണമായി വരുന്ന വാചകം എങ്ങനെയായിരിക്കും എഴുതുക, ആ നൗണിൻ്റെ ശേഷം നൗണിൻ്റെ പിന്നിലാണ് വരിക. അത് തുടങ്ങുക, അത് നൗണ് കഴിഞ്ഞ് ദാറ്റ് വെച്ചിട്ട് വിശേഷണ വാചകം പറയുക. ഇത്രയാണ് അതിൽ പഠിക്കാനുള്ളത് എന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്താണ് ഈ ഇത്തരം വിശേഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാചകം തന്നെ വിശേഷണമായി വരുന്ന വാചകങ്ങളുടെ ആവശ്യകത എന്താണ്, അതുപോലെ അതിൻ്റെ ഉൽപ്പത്തി വികാസം എങ്ങനെയാണ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ വാചകത്തെ നമ്മൾ ഒരു വാചകത്തിൽ നിന്ന് ഉണ്ടാക്കുക. നിങ്ങൾക്കൊരു സാധാരണ ഒരു വാചകം തന്നാൽ അതിനെങ്ങനെയാണ് വിശേഷണ വാചകമാക്കി മാറ്റുക എന്നൊക്കെ നമുക്ക് പഠിക്കാം. അതിലാദ്യം നമുക്ക് എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ചോദ്യം ഇതാണ്, എന്തിനാണ് വിശേഷണ വാചകങ്ങൾ എന്ന് നമുക്കുടെ മുന്നിൽ സാധാരണ വരുന്നൊരു സംശയമാണ്. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? അതായത് നമുക്ക് എപ്പോഴും കൃത്യമായിട്ട് കാര്യങ്ങൾ വയ്ക്കാൻ കഴിയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പോൾ 2024 ഡിസംബർ 27 ഇവിടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്കൊരു പക്ഷേ പറയാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക 365 ദിവസം ഉണ്ട്. 365 ദിവസത്തിൽ ഓരോ ദിവസത്തിലും എന്തോരം കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സംഭവം, ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു നൗണാണ്. അത് ഓർത്തിരിക്കാൻ പറ്റണമെന്നില്ല. അത് ഓർത്തിരിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവമായിട്ട് ബന്ധിക്കുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇപ്പോൾ മകള് ജനിച്ച ദിവസം ചിലപ്പോൾ പ്രത്യേകമായിട്ട് കൃത്യമായിട്ട് ഓർത്ത് ഇരിക്കാൻ പറ്റി എന്ന് വരില്ല. ഡേറ്റ് ഓഫ് ബർത്ത് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെല്ലാവരും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നമുക്ക് പറയാൻ കിട്ടുമോ? ഇല്ല. ഇത് പണ്ടത്തെ ആൾക്കാർ തീരെ പറയാൻ പറ്റും. അത് കലണ്ടറോ അല്ലെങ്കിൽ അത് മൊബൈലോ അങ്ങനത്തെ ഒന്നും ഇല്ല. അത് കാരണം തീരും പറ്റിയിരുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മയുടെ വയസ്സ് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മൂമ്മ പറയാറ് എങ്ങനെയാണ്, കൊടുങ്കാറ്റ് വീശിയ വർഷമാണ് എൻ്റെ മകളുടെ ജനനം. ആ കൊടുങ്കാറ്റ് വീശിയ വർഷം എന്ന് പറയുമ്പോൾ അത് ഒരുവിധം എല്ലാവർക്കും ഓർമ്മയുള്ള, അന്ന് അക്കാലത്ത് എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു കാര്യമാണ് കൊടുങ്കാറ്റ് വീശിയ വർഷം. അപ്പോൾ കൊടുങ്കാറ്റ് വീശി 5 കൊല്ലം 6 കൊല്ലം എന്നൊക്കെ അറിയാം അവർക്ക്. അപ്പോൾ അതിനോട് ബന്ധപ്പെടുത്തി പെട്ടെന്ന് അവർക്ക് ഓർമ്മ വരും, ഏകദേശം ഇത്ര വർഷമായിൻ്റെ എന്നുള്ളത്. അപ്പോൾ ഒരു സംഭവത്തോട് അറ്റാച്ച് ചെയ്ത് പറയുമ്പോൾ ഒരു നാമത്തെ, അപ്പോൾ ജനിച്ച വർഷം അല്ലെങ്കിൽ വയസ്സ് കണക്കാക്കാൻ ആ ജനിച്ച വർഷം ബന്ധിപ്പിക്കുന്നതിനോട് ആ വലിയൊരു സംഭവം നടന്നതിനോട്. അപ്പോൾ 2024 ഡിസംബർ 27 എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞ് നമുക്കറിയാൻ പറ്റില്ലേ? അപ്പോൾ ഞാൻ ഒരാളെ പരിചയപ്പെട്ടത് 2024 ഡിസംബർ 27 അപ്പോൾ പിന്നീട് ഞങ്ങൾ അന്ന് തൃശ്ശൂർ വെച്ച് പരിചയപ്പെട്ടു. ആളെ പിന്നീട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിൽപ്പെട്ടത് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഒരിടത്തേക്ക് വന്ന് ചോദിച്ചു, നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നില്ലേ? അപ്പോൾ പറഞ്ഞു, അത് ഓർമ്മിപ്പിക്കാനായിട്ട് എന്നോട് പറഞ്ഞാണത്, നമ്മൾ കഴിഞ്ഞ 2024 ഡിസംബർ 27 മീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഓരോ ഡേറ്റ് വെച്ച് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആൾ പറഞ്ഞു, തൃശ്ശൂരിൽ മെഗാ പാപ്പമാരുടെ പ്രൊസഷൻ നടന്നില്ലേ, അവിടെ വെച്ച് നമ്മൾ ആ സംഭവം പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ അതിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് ആള് വ്യക്തമായി. അതായത് മെഗാ ഡിസംബറിൽ തൃശ്ശൂർ എന്ത് നടന്നു? ഡിസംബർ 27 2024 ഒരു മെഗാ പാപ്പമാരുടെ ക്രിസ്മസ് അപ്പൂപ്പന്മാരുടെ ഒരു മെഗാ ഒരു റാലി നടന്നിരുന്നു. അവിടെ വെച്ചാണ് ഇന്ത്യത്തെ കണ്ടുമുട്ടിയത്. അപ്പോൾ ആ വെച്ച് ഡേറ്റ് പറഞ്ഞപ്പോൾ എനിക്ക് പൊട്ട വന്നു. അതായത് പാപ്പമാരുടെ പ്രൊസഷൻ നടന്ന ആ ദിവസം നമ്മൾ തൃശ്ശൂർ കണ്ടുമുട്ടിയില്ലേ എന്ന് പറഞ്ഞു. കണ്ടുമുട്ടിയ പരിചയപ്പെട്ട ആളാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളൊരു ദിവസത്തിൻ്റെ പ്രത്യേകത, ഒരു ദിവസം നാമാണല്ലോ, അതിൻ്റെ പ്രത്യേകതയായിട്ടൊരു വാചകം സംഭവം എന്ന് വെച്ചാൽ അതൊരു വാചകമായിട്ടല്ല സംഭവം പറയാം. അപ്പോൾ ഒരു വാചകം അറ്റാച്ച് ചെയ്ത് പറയുമ്പോൾ ആ ദിവസം പ്രത്യേകമായിട്ട് എടുത്തു വരുമ്പോൾ പെട്ടെന്ന് ഓർക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ആ നൗണിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാൻ കഴിയും. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. പലപ്പോഴും അതുകൊണ്ട് നമുക്ക് പല സിറ്റുവേഷനിലും നമുക്ക് ആ സംഭവം പറയുമ്പോൾ ആ നൗൺ ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പോൾ ഞാനത് ഒരു ലൈവ് എക്സാമ്പിളായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. അത് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇത് എൻ്റെ പേരക്കുട്ടിയാണ്. ഒരു നല്ലൊരു ചിത്രകാരിയാണ്. ഇവളൊരു പടം വരയ്ക്കണം അത്ര ഇവൾക്ക്. എന്തായാലും വരച്ചോട്ടെ അല്ലേ? നമുക്ക് അവളെ പടം നമുക്ക് കാണാം. ഇത് നല്ല പടമല്ലേ? ഓക്കെ, താങ്ക് യു. ഇനി ഞാനൊരു ചിത്രം വരയ്ക്കാം. ഓക്കെ, ഇപ്പൊ ബോർഡിൽ നിങ്ങൾ 2 ചിത്രം കാണാണ്ട് ഇല്ലേ?
രണ്ട് ചിത്രം. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ വിചാരിക്കുക. ഇതില് ഏത് ചിത്രമാണ് ചെറുത് എന്ന് ചോദിച്ചെങ്കിൽ എന്താണ് ഉത്തരം പറയുക? നിങ്ങൾ കണ്ടു, ഇത് ആ പെൺകുട്ടി വരച്ചത്, ഇത് ഞാൻ വരച്ചത് അല്ലെ, അധ്യാപകൻ വരച്ചതും ഇത് ആ പെൺകുട്ടി വരച്ചതുമാണ്. ആ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഉത്തരം പറയുക? നിങ്ങളോട് ചോദ്യമാണ് അത്. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഉത്തരം നിങ്ങൾ എങ്ങനെയായിരിക്കും പറയാ? ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത്, അത് നിങ്ങൾ എങ്ങനെയായി ഉത്തരം പറയാ? അപ്പൊ നോക്കുക അല്ലെ, ഇത് പെൺകുട്ടി വരച്ച ചിത്രവും ഇത് അധ്യാപകൻ വരച്ച ചിത്രവുമാണ്, എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രമാണ് ചെറുത് അല്ലേ? അപ്പൊ ഏത് ചിത്രമാണ് എന്ന ചോദ്യമാണ് നിങ്ങൾക്ക്, അതിന് ഉത്തരമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തായിരിക്കും പറയാന്നറിയൂ? അധ്യാപകൻ വരച്ച ചിത്രമാണ് ചെറുത് എന്ന് പറയും. അപ്പൊ ഏത് ചിത്രമാണ് ചെറുത്? അധ്യാപകൻ വരച്ച ചിത്രം. അങ്ങനെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി. ഏത് ചിത്രമാണ് ചെറുത്? അധ്യാപകൻ വരച്ച ചിത്രം. കണ്ട, അപ്പൊ അധ്യാപകൻ വരച്ച ചിത്രം എന്നുള്ളതാണ് ചെറുത് അല്ലേ? അത് വ്യക്തമായി. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ കിട്ടുക? ഇല്ലല്ലോ. ഈ ചിത്രം ആദ്യം നിങ്ങൾക്ക് തൊട്ട് കാണിക്കാനും പറ്റില്ലേ? നിങ്ങൾക്ക് ഇതിവിടെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തൊട്ട് കാണിക്കാൻ പറ്റില്ല. എങ്ങനെ പറയാൻ പറ്റുള്ളൂ? ഇങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അധ്യാപകൻ വരച്ച ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലിയർ. ഏത് ചിത്രമാണ് ചെറുത്? അധ്യാപകൻ വരച്ച ചിത്രം ഇതാണല്ലോ, ഉറപ്പല്ല. അപ്പൊ ഈ ചിത്രമാണ് എന്നതിൽ തർക്കമില്ല, വ്യക്തമായില്ലേ ഇപ്പൊ? അപ്പൊ ഏത് ചിത്രമാണ് ചെറുത് എന്നുള്ളതിൽ വളരെ വ്യക്തമായി. അധ്യാപകൻ വരച്ച ചിത്രം എന്ന് പറയുമ്പോൾ വളരെ ക്ലിയറായി. അപ്പൊ ഈ അങ്ങനെയൊക്കെ സംഭവമായിട്ട് അല്ലെ, ഈ ചിത്രത്തിന് പ്രത്യേക അധ്യാപകൻ വരച്ചു എന്നുള്ളതാണ്, ഈ ചിത്രത്തിന് പ്രത്യേക പെൺകുട്ടി വരച്ചു എന്നുള്ളതാണ്. അപ്പോ അധ്യാപകൻ വരച്ചു എന്ന സംഭവം തന്നെ വാചകാക്കുക, ആ വാചകം തന്നെ അല്ലെങ്കിൽ ആ സംഭവം തന്നെ വിശേഷണമാക്കി എടുക്കുമ്പോൾ വളരെ ക്ലിയർ ആവും. നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് ഒരു വാചകത്തെ തന്നെ വിശേഷണം ആക്കി എഴുതുന്നത്. അപ്പോൾ നമുക്ക് അത് ബോർഡിലൊന്ന് ഞാൻ എഴുതി കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ചോദ്യോത്തരം ഇപ്പോൾ ഇവിടെ ബോർഡിൽ എഴുതിയ പ്രകാരമാണ്. അധ്യാപകൻ വരച്ച ചിത്രം എന്നത് മലയാളത്തിലുള്ളതിൻ്റെ ചിത്രം എന്നതിൽ ചിത്രം എന്നുള്ള പദമാണ് നൗൺ. അതിൻ്റെ വിശേഷണം അധ്യാപകൻ വരച്ചതായ എന്ന ചുവന്ന അക്ഷരങ്ങളിൽ എഴുതിയിട്ടുള്ള ആ വാചക ആണ്, അത് വിശേഷണ വാചകമാണ്. അപ്പോൾ ആ അധ്യാപകൻ വരച്ചതായ എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷ് എഴുതുക? നമുക്ക് അറിയാം, അധ്യാപകൻ വരച്ചു പ്ലസ് ആയ എന്നുള്ളതാണ് അല്ലേ? അധ്യാപകൻ വരച്ചു എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷ് എഴുതുക? ദ ടീച്ചർ ഡ്യൂ. ആ ചുവന്ന അക്ഷരത്തിൽ എഴുതിയുള്ളത് അല്ലേ? ദ ടീച്ചർ ഡ്യൂ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ വരച്ചു, അതിൻ്റെ മുമ്പിൽ ദാറ്റ് വെച്ചാൽ അധ്യാപകൻ വരച്ചതായ. അത് ഇംഗ്ലീഷിൽ എപ്പോഴും എവിടെയൊക്കെ പിന്നിലാണ് വയ്ക്കുക വിശേഷണം അല്ലേ? വാചകമായിട്ടുള്ള വിശേഷണം പിന്നിലാണ് വയ്ക്കുക. അപ്പോൾ പിക്ചറിന് ശേഷം അഥവാ പിക്ചർ കഴിഞ്ഞിട്ട് അത് വെച്ചു. ഓക്കെ, ദ പിക്ചർ ദാറ്റ് ടീച്ചർ ഡ്യൂ. ഇതിപ്പോൾ ഒരു പിടികിട്ടിയല്ലോ. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് ഏത് വെക്കേണ്ടത്? അതായത് വിശേഷണ വാചകങ്ങൾ ഉപയോഗിച്ച് ഒരു നാമത്തെ വിശേഷിപ്പിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് ഇങ്ങനെ ഈ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് നൽകിയത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ഒരു സാധാരണ വാചകത്തെ ഒരു വിശേഷണ വാചകം, അതായത് നാമാവിശേഷണ വാചകം ആക്കി മാറ്റുക എന്ന് പഠിക്കാം. ഏതൊരു സാധാരണ വാക്യത്തെയും നമുക്ക് വേണമെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് അല്ലെങ്കിൽ നാമാവിശേഷണ വാചകമാക്കി മാറ്റാം. അതിന് ടെക്നിക്ക് എന്താണ്, അതിന് ട്രിക്ക് ആൻഡ് ട്രിക്സ് എന്താണ്, അത് നമുക്ക് നോക്കാം. ഞാൻ രണ്ട് വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ വാചകങ്ങളിൽ നിന്ന് നോക്കുക. കമലാദാസ് ഇംഗ്ലീഷിൽ ആത്മകഥ എഴുതി.
കമലദാസ് ഇംഗ്ലീഷിൽ ആത്മകഥ എഴുതി. ഇതൊരു മലയാള വാചകം. അതിൽ നോക്കുകയാണെങ്കിൽ കമലദാസ് സബ്ജക്റ്റ്, ഇംഗ്ലീഷിൽ അഡ്വർബ്, ആത്മകഥ ഓബ്ജക്റ്റ്, എഴുതി വെർബ്. ഇങ്ങനെയാണ് നമുക്കറിയാം. അതിൽ ഓബ്ജക്റ്റായി വരുന്ന നൗൺ ആത്മകഥയാണ്. അല്ലെ, ആത്മകഥ എന്ന് പറഞ്ഞൊരു ബുക്കാണ്, അത് നൗണാണ് അല്ലേ. ഇംഗ്ലീഷിൽ അതിനെന്താ പറയുക? ഓട്ടോബയോഗ്രാഫി. ഓട്ടോബയോഗ്രാഫി. അപ്പോൾ നമുക്ക് ഈ ആത്മകഥ എന്നുള്ളത് ഒരു നൗണാണ്. അത് ഇംഗ്ലീഷ് ഓട്ടോബയോഗ്രാഫി എന്നാണ് നമുക്കറിയാം. ഇതിലെല്ലാ ഭാഗങ്ങളെയും ഇംഗ്ലീഷ് നമുക്കറിയാം. കമലദാസ് ഇംഗ്ലീഷാക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? കമലദാസൻ്റെ ഇംഗ്ലീഷിൽ നിന്നുള്ളത് ഇംഗ്ലീഷ്, അതൊന്നും നിങ്ങൾക്ക് പ്രയാസമില്ല. ആത്മകഥയുടെ ഇംഗ്ലീഷ് അറിയാം, ഓട്ടോബയോഗ്രാഫി. എഴുതി റോട്ട്. എല്ലാ ഭാഗങ്ങളുടെയും ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാം. സബ്ജക്റ്റ് അറിയാം കമലദാസ്, വെർബ് അറിയാം, ഓബ്ജക്റ്റ് അറിയാം, അഡ്വർബ് എഴുതാം. ഈ വാചകത്തെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാക്കാൻ അറിയാം ഇല്ലേ? അതെങ്ങനെയാണ് അത് ഇംഗ്ലീഷിലാക്കുക? അത് നിങ്ങൾ മനസ്സിലൊന്ന് എഴുതുക, അതിനുശേഷം ഞാൻ എഴുതാം. എൻ്റെ കൂട്ടുകാരൻ കഴിഞ്ഞ വർഷം വീട് പണിതു. എൻ്റെ കൂട്ടുകാരൻ, അതിൽ നിങ്ങൾക്ക് എൻ്റെ കൂട്ടുകാരൻ എന്നുള്ളത് സബ്ജക്റ്റാണ്. കാരണം പണിതു എന്നുള്ള ആ പ്രവൃത്തി ചെയ്ത എൻ്റെ കൂട്ടുകാരനാണ്, അപ്പോൾ സബ്ജക്റ്റാണ്. അതൊരു നൗൺ ഫ്രേസാണ് അല്ലേ, NP ആണ്. കാരണം ഒരു നൗണുണ്ട്, വിശേഷണമുണ്ട്. കൂട്ടുകാരൻ നൗണാണ്, അതിൻ്റെ വിശേഷണമാണ് ഇത്. അതുകൊണ്ട് ഇത് കഴിഞ്ഞ, അത് സബ്ജക്റ്റ് അറിയാം. ആ സബ്ജക്റ്റ് എന്താണ്? ഒരു നൗൺ ഫ്രേസാണ് എന്നറിയാം. കഴിഞ്ഞ വർഷം എപ്പോഴാണെന്നുള്ളതാണ്, അത് അഡ്വർബാണെന്ന് പഠിച്ചിട്ടുണ്ട്. വീട് എന്താ പണിത്? വീട്, അത് ഓബ്ജക്റ്റാണെന്നറിയാം. എൻ്റെ പ്രവൃത്തി എന്താ? പണിതു. അത് വെർബാണെന്നറിയാം. എല്ലാ ഭാഗത്തിനും ഇംഗ്ലീഷ് അറിയാം. ഇതെന്താ? മൈ ഫ്രണ്ട്. കഴിഞ്ഞ വർഷം എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താ? ലാസ്റ്റ് ഇയർ. വീട് എന്നുള്ളതിൻ്റെ ഹൗസ്. പണിതു എന്നുള്ളതിന് എന്താ? ബിൽറ്റ്. ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം. എല്ലാ ഭാഗങ്ങളിലെയും ഇംഗ്ലീഷും അറിയാം. ഇത് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അതും ഞാൻ എഴുതാം. അതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലൊന്ന് ഇത് ട്രാൻസ്ലേഷൻ നടത്തുക. ഓക്കെ, ഇപ്പൊ നോക്കുക. ആദ്യത്തെ വാചകത്തിൽ, അതായത് കമലദാസ് ഇംഗ്ലീഷിൽ ആത്മകഥ എഴുതി എന്ന വാചകത്തിന്റെ തർജ്ജമ എന്താണ്? കമലദാസ് റോട്ട് ഓട്ടോബയോഗ്രാഫി ഇൻ ഇംഗ്ലീഷ് എന്നാണ് തർജ്ജമ. ശരിയല്ലേ? നിങ്ങളുടെ തർജ്ജമ ശരിയല്ലേ? ഓക്കെ, വെരി വെൽ. എൻ്റെ കൂട്ടുകാരൻ കഴിഞ്ഞ വർഷം വീട് പണിതു. അതിൻ്റെ മൈ ഫ്രണ്ട് ബിൽറ്റ് ഹൗസ് ലാസ്റ്റ് ഇയർ. അതന്നെ നിങ്ങൾ എഴുതിയത്. ഓക്കെ, ഡബിൾ തംസ് അപ്പ്. ഇനി നോക്കുക, നമുക്ക് ആ ഒന്നാമത്തെ എടുക്കുക. അതിൽ ഓബ്ജക്റ്റായി വരുന്നൊരു വാക്കാണ് ആത്മകഥ അല്ലേ? ആത്മകഥ അത് നൗണാണ്. ഈ ആത്മകഥയെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ ആ വാചകത്തെ മാറ്റി എഴുതാം. അങ്ങനെയാണ്. അതായത് ആ വാചകത്തിലെ ബാക്കി ഭാഗം കൊണ്ട് ആത്മകഥ എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ ആ വാചകം മാറ്റി എഴുതാം. എങ്ങനെയാണെന്ന് അറിയോ? അത് കമലദാസ് ഇംഗ്ലീഷിൽ എഴുതിയതായ ആത്മകഥ എന്ന് പറയുമ്പോൾ ആത്മകഥയെ കമലദാസ് എഴുതിയതാണ് എന്ന് വാചകം കൊണ്ട് വിശേഷിപ്പിക്കുകയാണ്. അപ്പൊ കമലദാസ് ഇംഗ്ലീഷിൽ ആത്മകഥ എഴുതി എന്ന വാചകത്തിലെ ഒരു നൗണായ ആത്മകഥയെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ മാറ്റാൻ എന്ത് ചെയ്യണം? ആ ആത്മകഥ ഒഴിച്ചുള്ള ഭാഗം എന്താ? അതിൻ്റെ കൂടെ ആയ ചേർത്താൽ മതി. ആ ഒഴിച്ചുള്ള ഭാഗം എന്ന് പറയുമ്പോൾ ഏതാണ്? ആത്മകഥ മാറ്റി നിർത്തി ബാക്കിയുള്ള ഭാഗം പറഞ്ഞ് കമലദാസ് ഇംഗ്ലീഷിൽ എഴുതി. അതാണ് എന്ത്? ആത്മകഥയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ. അതെ. അപ്പോൾ അതിനുശേഷം അതിൻ്റെ കൂടെ ആയ ചേർത്ത് നോക്കിയാൽ അപ്പം നമുക്ക് കിട്ടും കമലദാസ് ഇംഗ്ലീഷിൽ എഴുതിയതായ. എന്നിട്ട് അത് ആത്മകഥയുടെ വിശേഷണമായി ഉപയോഗിക്കാം.
അതിനെ മലയാളത്തിൽ ഉപയോഗിക്കുക കമലദാസ് ഇംഗ്ലീഷിൽ എഴുതിയതായ ആത്മകഥ എന്നായി. അപ്പോൾ ആത്മകഥയുടെ വിശേഷണമായി മാറി എന്ത്? അതൊഴിച്ചുള്ള ബാക്കി ഉള്ള വാചകം. അതിലെ നൗൺ മാറ്റി നിർത്തിയാൽ ബാക്കി വരുന്ന വാചകം എന്തായി മാറി? ആയ ചേർത്തപ്പോൾ അത് അഡ്ജക്റ്റീവ് ക്ലോസായി മാറി, നാമാവിശേഷണ വാചകമായി മാറി. എന്ന് വെച്ചാൽ അതുകൊണ്ട് ആത്മകഥ എന്ന നാമത്തെ വിശേഷിപ്പിക്കാൻ കഴിയും. അപ്പോൾ ആ ആത്മകഥയുടെ പ്രത്യേകത, വിശേഷത എന്താണ് പ്രത്യേകത? അത് കമലദാസ് എഴുതിയതാണ്. അപ്പോൾ അതിനെങ്ങനെ പറയാം? നമുക്ക് ആത്മകഥയുടെ പ്രത്യേകത എന്തായിട്ട് എഴുതാം? നമുക്ക് കമലദാസ് എഴുതിയതായ ആത്മകഥ എന്നോ കമലദാസ് എഴുതിയ ആത്മകഥ എന്നോ പറയാം, അല്ലേ? അപ്പോൾ എന്താണ് ചെയ്ത് എന്ന് മലയാളത്തിൽ തന്നെ മനസ്സിലായി ഇല്ലേ? തന്നിരിക്കുന്ന വാചകത്തിലെ ഏത് നൗണിനെയാണോ വിശേഷിപ്പിക്കേണ്ടത് ആ നൗണിനെ മാറ്റി നിർത്തുക, അതിനെ ഒഴിവാക്കുക, ബാക്കി ഭാഗത്തിൻ്റെ കൂടെ ആയ ചേർക്കുക. അപ്പോൾ കിട്ടുന്ന ഭാഗം കൊണ്ട് ആത്മകഥയുടെ വിശേഷണമായിട്ട് ഉപയോഗിക്കുക. മലയാളത്തിലാകുമ്പോൾ അത് അതിന് മുമ്പിൽ വെച്ചിട്ടാണ് എഴുതുക. ഇനി ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ എഴുതാൻ നോക്കാതെ. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഓട്ടോബയോഗ്രഫി ആണ് അതിൽ നൗൺ, അതിനെയാണ് വിശേഷിപ്പിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഓട്ടോഗ്രാഫി അതിന് മാറ്റി നിർത്തുക, അതിന് ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗം എടുക്കുക. ബാക്കി ഭാഗം ഏതാ? കമലദാസ് റോട്ട് ഇൻ ഇംഗ്ലീഷ്. കമലദാസ് റോട്ട് ഇൻ ഇംഗ്ലീഷ്, അതാണ് കമലദാസ് ഇംഗ്ലീഷിൽ എഴുതി. ഇനി വേണം എഴുതിയത് ആയാന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ചേർക്കണം. അതെവിടെ ചേർക്കുക? ഇതിന് മുമ്പിൽ. അപ്പോൾ കമലദാസ് ഇംഗ്ലീഷിൽ എഴുതിയതായ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ദാറ്റ് കമലദാസ് റോട്ട് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് അതിനെ വിശേഷണ വാചകമാക്കി മാറ്റാം. അപ്പോൾ കമലദാസ് എഴുതിയതായ എന്നുള്ളതിന് ഇംഗ്ലീഷ് ദാറ്റ് കമലദാസ് റോട്ട്. ഇംഗ്ലീഷിൽ എഴുതിയാൽ ഇൻ ഇംഗ്ലീഷ് അല്ലേ? കമലദാസ് ഇംഗ്ലീഷിൽ എഴുതിയതിൻ്റെ ഇംഗ്ലീഷ് എന്താ പോരുക? ദാറ്റ് കമലദാസ് റോട്ട് ഇൻ ഇംഗ്ലീഷ്. ഇനി അതുകൊണ്ട് ഓട്ടോഗ്രാഫി എന്ന ഇതിനെ, അതായത് ആത്മകഥ എന്ന തുല്യപദമായ ഓട്ടോഗ്രാഫീനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? ഓട്ടോബയോഗ്രാഫിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? ഓട്ടോബയോഗ്രാഫി ദാറ്റ് കമലദാസ് റോട്ട് ഇൻ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കമലദാസ് എഴുതിയതായ ആത്മകഥ എന്ന് മലയാളം. അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങൾ സ്വയം പറയണം. എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ വർഷം വീട് പണിതു. അതിൽ വീടിനെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ ആ വാചകത്തെ മാറ്റി എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വീട് എന്നുള്ളത് എഴുത്ത് മാറ്റിയിട്ട് വിട്ടുകളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? എൻ്റെ കൂട്ടുകാരൻ കഴിഞ്ഞ വർഷം പണിതു. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ ആയ ചേർക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ കഴിഞ്ഞ വർഷം പണിതതായ എന്ന് കിട്ടി. അപ്പോൾ വിശേഷണമായി ഇല്ലേ? അതുകൊണ്ട് വീടിനെ വിശേഷിപ്പിക്കുക എങ്ങനെ എഴുതാം നമുക്ക്? എൻ്റെ കൂട്ടുകാരൻ കഴിഞ്ഞ വർഷം പണിതതായ വീട്. അപ്പോൾ വീടും അതിൻ്റെ വിശേഷണമായി ഇല്ലേ? അപ്പോൾ എന്താ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? എന്താണ് ട്രിക്ക്? ഒരു മലയാള വാചകത്തെ അതിൽ ഒരു നൗണിൻ്റെ വിശേഷണമാക്കി മാറ്റുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ആ പദം ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം എടുത്ത് അതിൻ്റെ കൂടെ ആയ ചേർത്താൽ അതൊരു വിശേഷണ വാചകമായി. എന്നിട്ട് ആ വാചകം കൊണ്ട് ആ നൗണിനെ വിശേഷിപ്പിക്കാം. എന്ന് വെച്ചാൽ ആ വിശേഷണ വാചകം നൗണിൻ്റെ മുന്നിൽ വെച്ച് എഴുതുക മലയാളത്തിൽ. ഇതാണ് മലയാളത്തിലെ തത്വം. ഇംഗ്ലീഷിലും അതന്നെ ചെറിയ വ്യത്യാസമുള്ളൂ. എന്താ വ്യത്യാസം? ഈ ഹൗസിനെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ ഈ വാചകത്തെ മാറ്റി ഇംഗ്ലീഷ് വാചകത്തെ മാറ്റി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് ഒഴിവാക്കുക അല്ലേ?
അപ്പം മൈ ഫ്രണ്ട് ബിൽറ്റ് ലാസ്റ്റ് ഇയർ എന്ന് കിട്ടും. അതിൻ്റെ കൂടെ ദാറ്റും കൂടി ചേർത്താൽ വിശേഷണവാചകമായി. ദാറ്റ് മൈ ഫ്രണ്ട് ബിൽറ്റ് ലാസ്റ്റ് ഇയർ. കാരണം ദാറ്റ് മുമ്പിൽ വയ്ക്കാതെ നമുക്കറിയാം. അപ്പോൾ എന്താണ് അഡ്ജക്റ്റീവ് ക്ലോസ്? ദാറ്റ് മൈ ഫ്രണ്ട് ബിൽറ്റ് ലാസ്റ്റ് ഇയർ. ദാറ്റ് മൈ ഫ്രണ്ട് ബിൽറ്റ് ലാസ്റ്റ് ഇയർ. ഇനി എന്ത് ചെയ്യണത്? ഇതിൻ്റെ വിശേഷണമാക്കും ഇതിൻ്റെ എവിടെയാ വയ്ക്കുക? പിന്നിലാ വയ്ക്കുക അല്ലേ? നമ്മൾ ആ പെൺകുട്ടിയുടെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിശേഷണവാചകം പിന്നിലാണ് വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് എവിടെ വയ്ക്കുക? ഈ ഹൗസിൻ്റെ ബാക്കിൽ. അപ്പോൾ എങ്ങനെയാ വരിക? ദ ഹൗസ് മൈ ഫ്രണ്ട് ബിൽറ്റ് ലാസ്റ്റ് ഇയർ. ദ ഹൗസ് ദാറ്റ് മൈ ഫ്രണ്ട് ലാസ്റ്റ് ഇയർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എൻ്റെ കൂട്ടുകാരൻ കഴിഞ്ഞ വർഷം പണിതായ വീട് എന്നാണ് അല്ലേ? ഓക്കെ, അത് ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ തർജ്ജമയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കമലാദാസ് ഇംഗ്ലീഷിൽ എഴുതിയതായ ആത്മകഥ. അതിൽ കമലാദാസ് ഇംഗ്ലീഷ് എഴുതിയതായ എന്നുള്ളത് ഇത്രയും തൊട്ട് ഈ ഇത്രയും ഭാഗം വരെ, ആ ചുവന്ന വര അടിവരെയുള്ള ആ ഭാഗം അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അതുകൊണ്ട് ആത്മകഥ എന്ന നൗണിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ആത്മകഥയ്ക്ക് മുമ്പിലാണ് മലയാളത്തിൽ വെച്ചിട്ടുള്ളത്. ഇംഗ്ലീഷിൽ എന്ത് ചെയ്യും? ഇത് ഇത്രയും തർജ്ജമ ക്ലോസ് ഈ ഓട്ടോബയോഗ്രാഫി ശേഷമാണ് വയ്ക്കുക. ആത്മകഥയുടെ ഇംഗ്ലീഷ് എന്താ? ഓട്ടോബയോഗ്രാഫി. അതിന് ശേഷമാണ് എന്ത് വയ്ക്കുക? ഇതിൻ്റെ തർജ്ജമയായ ദാറ്റ് കമലാദാസ് റോട്ട് ഇൻ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഈ അഡ്ജക്റ്റീവ് ക്ലോസിൻ്റെ മലയാളത്തിലെ അഡ്ജക്റ്റീവ് ക്ലോസ് വായി വരുന്ന വാചകത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയായിട്ടുള്ള ഇംഗ്ലീഷിലെ വാചകം, ആ വാചകം ബയോഗ്രാഫി എന്ന നൗണിന് ശേഷമാണ് വയ്ക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത്ര ശ്രദ്ധിക്കാനുള്ളൂ. അതായത് നൗണിൻ്റെ മുൻപിലാണ് ഈ വിശേഷണവാചകം വയ്ക്കുകയെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നേരെ വിപരീതമാണ്. പിന്നിൽ കൊണ്ട് വയ്ക്കണം. ഓട്ടോഗ്രാഫിയുടെ പിന്നിൽ കൊണ്ട് വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എടുക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം എടുക്കുക. ഈ നൗണിന് ശേഷമുള്ളതിൻ്റെ അർത്ഥം എടുത്തതിന് ശേഷം ഇതിൻ്റെ പറയാൻ പാടുള്ളൂ. കമലാദാസ് എഴുതിയതായ, ആദ്യം ഈ ദാറ്റ് കഴിഞ്ഞുള്ള ഭാഗത്തിൻ്റെ അർത്ഥം എടുക്കുക. കമലാദാസ് എഴുതിയ, ഇംഗ്ലീഷിൽ എഴുതിയതായ ബയോഗ്രാഫി. അപ്പോൾ ഇനി രണ്ടാമത്തെ ഹൗസാണ്. ഹൗസിൻ്റെ വിശേഷണമാക്കി ബാക്കി ഭാഗത്തെ മാറ്റിയതാണ് ഇത് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഹൗസിൻ്റെ ശേഷമാണ് ആ വിശേഷണ ഭാഗം വയ്ക്കുക അല്ലേ? ദാറ്റ് വെച്ചിട്ട് ബാക്കി വിശേഷണ ഭാഗം എഴുതുക. അപ്പോൾ എന്താ പറയുക? ദ ഹൗസ് ദാറ്റ് മൈ ഫ്രണ്ട് ബിൽറ്റ് ലാസ്റ്റ് ഇയർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം മലയാളത്തിൽ നിങ്ങൾ എടുത്തേ എന്തായിരിക്കുന്നത്? എവിടെ നിന്നിട്ട് തുടങ്ങാം? ആദ്യം ഈ ദാറ്റിന് ശേഷമുള്ള ഭാഗത്തിൻ്റെ അർത്ഥം എടുക്കുക. അപ്പോൾ എന്താണ്? മൈ ഫ്രണ്ട് ബിൽറ്റ് ലാസ്റ്റ് ഇയർ. എൻ്റെ കൂട്ടുകാരൻ കഴിഞ്ഞ വർഷം പണിതു പ്ലസ് ആയ, പണിതതായ. അപ്പോൾ ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ അർത്ഥം എടുക്കുമ്പോൾ എടുക്കേണ്ടത്. ഇങ്ങനെയാണ് എൻ്റെ കൂട്ടുകാരൻ കഴിഞ്ഞ വർഷം പണിതു പ്ലസ് ആയ, പണിതതായ. അത് കഴിഞ്ഞിട്ട് ഇത് പറയാം ഹൗസിൻ്റെ. അപ്പോൾ പണിതതായ വീട്. ഇനി ശ്രദ്ധിക്കാനുള്ളത് ഇത്രയും ഭാഗം എന്താണ് ഇത്രയും ഭാഗം? ഇതില് ദ ഹൗസ് ദാറ്റ് മൈ ഫ്രണ്ട് ബിൽറ്റ് ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് നൗണും അതിൻ്റെ വിശേഷണവും. അപ്പോൾ ഒരു നൗണും അതിൻ്റെ വിശേഷണം അടക്കമുള്ള ഭാഗം എന്തെന്ന് വിളിക്കുക? നൗൺ ഫ്രേസ്. അപ്പോൾ ഇത്രയും വലിയൊരു നൗൺ ഫ്രേസാണ് ഇത്. അപ്പോൾ ഒരു നൗണിനെ പോലെ ഉപയോഗിക്കാം. ഒരു നൗണിനെ പോലെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാചകത്തിൽ സബ്ജക്റ്റായിട്ടോ ഒബ്ജക്റ്റായിട്ടോ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ മുൻപിൽ ഒരു പ്രിപ്പോസിഷൻ ചേർത്ത് വേണമെങ്കിൽ അത് ക്രിയാവിശേഷണോ അല്ലെങ്കിൽ നാമവിശേഷണമൊക്കെ ഉപയോഗിക്കാമെന്നർത്ഥം. അതുപോലെ ഇതും ഇതിൻ്റെ അർത്ഥം ദ ഓട്ടോഗ്രാഫി ദാറ്റ് കമലാദാസ് റോട്ട് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളതും ഇതൊരു നൗണാണ്. ബാക്കി ഭാഗത്തിൻ്റെ വിശേഷണമാണ്. അപ്പോൾ ഇത് ഉൾപ്പെടെയുള്ള ആ ബ്ലോക്ക് ഒരൊറ്റ നൗണ് പോലെ ഉപയോഗിക്കാം. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം.
ഇപ്പോൾ ഈ കമലദാസ് കമലദാസ് ഇംഗ്ലീഷിൽ എഴുതിയതായ ആത്മകഥ വളരെ പ്രസിദ്ധിയുള്ളതാണ് എന്ന് വിചാരിക്കുക, വളരെ പോപ്പുലറാണ് എന്ന് എഴുതുക. അപ്പം എന്താർത്ഥം? ബുക്ക് പോപ്പുലർ ആണെന്ന് ഇങ്ങനെ പറയാം, ബുക്ക് ഈസ് പോപ്പുലർ അല്ലേ. ഓട്ടോഗ്രാഫി പോപ്പുലർ ആണെന്ന് ഇങ്ങനെ പറയാം, ഓട്ടോഗ്രാഫി ഈസ് പോപ്പുലർ. ആ ഓട്ടോഗ്രാഫിക്ക് ഒരു വിശേഷണം ഉണ്ടെങ്കിൽ ആ വിശേഷണം കൂടി പറഞ്ഞിട്ടാണ് സബ്ജക്റ്റ് അവസാനിക്കുള്ളൂ അല്ലേ. ഒരു നൗണിന് വിശേഷണം ഉണ്ടെങ്കിൽ ആ നൗണ് വിശേഷണം അടക്കമാണ് എന്ത് വരിക, സബ്ജക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ കമലദാസ് എഴുതിയതായ ഓട്ടോബയോഗ്രാഫി വളരെ പോപ്പുലറാണെന്ന് ഇംഗ്ലീഷ് പറയാ, ദ ഓട്ടോബയോഗ്രാഫി ദാറ്റ് കമലദാസ് റോട്ട്. അത് സബ്ജക്റ്റായി. കമലദാസ് ഇംഗ്ലീഷിൽ എഴുതിയതായ ആത്മകഥ എന്നായി. പിന്നെ എന്തുവേണം, ആണ്, ഈസ് വെരി പോപ്പുലർ. ദ ഓട്ടോബയോഗ്രാഫി ദാറ്റ് കമലദാസ് റോട്ട് ഇൻ ഇംഗ്ലീഷ് ഈസ് എന്താണ്, വെരി പോപ്പുലർ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഞാൻ കമലദാസ് ഇംഗ്ലീഷിൽ എഴുതിയതായ ഓട്ടോബയോഗ്രഫി ഞാൻ വായിച്ചു, അപ്പോൾ അത് ഓബ്ജക്റ്റായിട്ട് വരണം. എന്ത് വായിച്ചു? കമലദാസ് എഴുതിയതായ ഓട്ടോബയോഗ്രഫി. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഐ റെഡ് എന്ത്, ദ ഓട്ടോബയോഗ്രഫി ദാറ്റ് കമലദാസ് റോട്ട്. കമലദാസ് എഴുതിയതായ ആ ആത്മകഥ ഞാൻ വായിച്ചു. മനസ്സിലായ? അങ്ങനെയാണത് വരിക. എൻ്റെ കൂട്ടുകാരൻ പണിത വീട് വളരെ ഭംഗിയുള്ളതാണ്, എങ്ങനെ പറയാ? അപ്പൊ എന്താണ് ഭംഗിയുള്ളത്? എൻ്റെ കൂട്ടുകാരൻ പണിത വീട് ആകുന്നു വളരെ ഭംഗിയുള്ള, അല്ല ഇംഗ്ലീഷിന്റെ ക്രമം. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? അപ്പൊ ഇത് എൻ്റെ കൂട്ടുകാരൻ കഴിഞ്ഞ വർഷം പണിത വീട് എന്നുള്ളത് എന്തായിട്ട് വരും? മുഴുവൻ ഒരു നൗണ് പോലെ വരും. എൻ്റെ കൂട്ടുകാരൻ പണിത വീട് ആകുന്നു എന്ത്, വളരെ ഭംഗിയുള്ള. അങ്ങനെ ഇംഗ്ലീഷ് പറയാം. പിന്നെ അത് പറയാ, ദി ഹൗസ് ദാറ്റ് മൈ ഫ്രണ്ട് ബിൽറ്റ് ലാസ്റ്റ് ഇയർ ഈസ് വെരി ബ്യൂട്ടിഫുൾ. വളരെ മനോഹരമാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. ഇതിലും മേലെ തലയിൽ കയറാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇതിന് തുടർച്ചയായിട്ട് ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് ഈ ഭാഗത്തെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.